അത് അങ്ങനെ ഇപ്പോൾ അവിടെ കാണാൻ വരുന്ന ആളുകൾ തന്നെ ഒരു സമ്മേളനത്തിലുള്ള ആളുകളുണ്ട് എന്നാ ആ നഗരി കാണാൻ വരുന്നവർ അവിടെ ഒരു കൊടി നാട്ടിയിട്ട് കൊടിക്ക് വേണ്ടി ഒരു കാല് നാട്ടി അല്ല കൊടിക്ക് വേണ്ടിയല്ല ആ സമ്മേളനത്തിലെ ക്യാമ്പിന് ഒരു കാല് നാട്ടിയിരുന്നാണ് ഞങ്ങളിൽ കൂടി പോയിട്ട്. അപ്പം ആ കാലിൻ്റെ അടുത്ത് വന്നിട്ട് ജനങ്ങൾ മുമ്പ് ഷജറത്ത് ഒരു മരത്തിൻ്റെ ചുവട്ടിൽ വെച്ചുകൊണ്ട് ബയ്യത്തുണ്ടായല്ലോ. പിന്നെ അവിടെ ആ മരത്തിൻ്റെ അടുത്ത് ബർക്കത്തെടുക്കാൻ വന്നു ആൾക്കാരെന്താ. അപ്പോൾ ബർക്കത്തെടുക്കലൊക്കെ അധികമായപ്പോൾ ഉമർ റളിയല്ലാഹു തആല അൻഹു ആ മരം മുറിക്കാൻ പറഞ്ഞത് ബർക്കത്തെടുത്തുകൊണ്ട് മുറിക്കാനുമല്ല, ബർക്കത്തെടുത്തിനെ മരം മുറിക്കാനുമല്ല. നമ്മൾക്കൊക്കെ അങ്ങനെ ഒരു തെറ്റിദ്ധാരണയുണ്ട്. ആ ബർക്കത്തെടുത്ത മരം മുറിക്കാൻ വേണ്ടി ഉമർ അങ്ങനെയല്ല സംഭവം എന്ന് പറഞ്ഞാൽ എന്താന്ന് ചോദിച്ചാൽ അവിടെ മരങ്ങൾ ഉണ്ടായിരുന്നു, എല്ലാവരും ഈ മരം മറന്നുപോയി. അപ്പൊ ബർക്കത്ത് എടുക്കേണ്ട മരം എല്ലാത്തോടത്തും ബർക്കത്ത് എടുക്കാൻ തുടങ്ങിയ ആൾക്കാർ. അപ്പോഴാണ് ഉമർ റളിയല്ലാഹു തആല എന്ന് പറഞ്ഞ മുറിച്ചാലടാ ആ മരം മുറിച്ചു എന്ന് പറഞ്ഞപ്പോൾ അപ്പോൾ ആളുകളൊക്കെ വിചാരിച്ചു ആ ബയ്യത്തു ഷജറ ആ എവിടെയാണോ ഏത് ഷജറത്തിന്റെ ചുവട്ടിലാണോ ബയ്യത്തുണ്ടായത് ആ മരം മുറിച്ചിക്കണല്ലോ, ഇനിയിപ്പോൾ അങ്ങോട്ട് പോണ്ടാന്ന്. അല്ലാതെ ബർക്കത്തെടുക്കാൻ പറ്റാത്തതിന്മേൽ ബർക്കത്തെടുക്കൽ വന്നപ്പോഴാണ് മുറിക്കാൻ പറഞ്ഞത്. അപ്പൊ ജനങ്ങൾ കാലാന്തരങ്ങളിൽ അറിയാതിരിക്കും ഏത് മരത്തിന്റെ ചുവട്ടുനിന്നാണ് ബയ്യത്തുണ്ടായതെന്നൊക്കെ. അപ്പൊ പലരും അടയാളം വെച്ച് പോന്നിട്ടുണ്ടല്ലോ. അപ്പൊ പലരും ചെന്നു, പലരും പല മരത്തിന്റെ അടുത്തേക്ക് പോകാൻ തുടങ്ങി. അപ്പോൾ ഉമർ റളിയല്ലാഹു അൻഹു മുറിക്കാൻ പറഞ്ഞു. എന്നതുപോലെ നമ്മളവിടെ കൊടി അല്ല ഈ പന്തിന് കാട്ടിയപ്പോൾ ക്യാമ്പിന് വേണ്ടി പന്തിന് കാട്ടിയപ്പോൾ ജനങ്ങളൊക്കെ വന്ന് അതിമ്പോൾ തൊട്ട് കുത്തിയൊക്കെ പോകുന്നുണ്ടെന്ന് പറഞ്ഞു. സംഗതി നല്ല സംഗതി തന്നെയാണ്. ബർക്കത്തുള്ള കാലിന് അവിടെ ഉസ്താദന്മാരെല്ലാം കൂടി നാട്ടിയതാണ്. നമ്മളെ സമസ്തന്റെ സമ്മേളനത്തിന്റെ ക്യാമ്പിന് വേണ്ടി നാട്ടിയ കാലാണ്. തീർച്ചയായിട്ടും അതിന് ബർക്കത്തുണ്ട്. ഇനി മുജാഹിദീങ്ങൾ എന്ത് എതിർത്തിനെ പറ്റി പറഞ്ഞാലും വേണ്ടില്ല, പ്രസംഗിച്ചാലും വേണ്ടി മുജാഹിദീങ്ങൾ അല്ലാത്തവർ എനിക്കിപ്പോൾ ഇത് ആകെ മുങ്ങി കുളിരച്ചിക്കണ്, ആർക്കും എന്തും പറയാം, മനസ്സിലായില്ലേ. ഇനി മുജാഹിദീങ്ങൾ എന്ന് പറഞ്ഞവർ പറഞ്ഞാലും വേണ്ടില്ല, അതിന് ബർക്കത്തുണ്ട്. അപ്പൊ ജനങ്ങൾ അവിടെ വന്ന് ഇങ്ങനെ ബർക്കത്ത് എടുത്ത് പോവാണ്. അപ്പൊ ഞാൻ നാളെ തമാശയായിട്ട് പറഞ്ഞു അവിടെ ഒരു പെട്ടി വെച്ചാൾ നല്ലതെന്ന് പറഞ്ഞു. അതുപോലെ തന്നെ മാനേജ്മെന്റ് അസോസിയേഷനോടും പറയാനുള്ളത് കഴിവിന്റെ പരമാവധി ഉസ്താദന്മാർക്കുള്ള സൗകര്യങ്ങളൊക്കെ നമ്മൾ ചെയ്തു കൊടുക്കണം. കുട്ടികൾക്കുള്ള ചെയ്തു കൊടുക്കണില്ല എന്നല്ല പറഞ്ഞത്, ചെയ്തു കൊടുക്കണം. ഉസ്താദന്മാരും കൂടി ആലോചിച്ചിട്ട് ഓരോ മഹല്ലത്തുകളിലും എങ്ങനെയാണ് ഈ ദർസിലിവിടെ പിടിച്ചു നിർത്താറും. ദർസിൽ വരേണ്ട കുട്ടികളൊക്കെ പാവപ്പെട്ട കുട്ടികളായിരിക്കും, ചിലപ്പോൾ കഴിവുള്ളവരുണ്ടാവും. എന്നാലും ആ കുട്ടികൾക്ക് ആവശ്യമാവുന്ന ഭക്ഷണമല്ലാത്ത പല സഹായങ്ങളും വേണ്ടി വരും. അതൊക്കെ ചെയ്തു കൊടുക്കുന്നുണ്ട് ഇപ്പം എല്ലാ മഹല്ലത്തുകളിലൊക്കെ. പണ്ടങ്ങനല്ല ഇത്. പണ്ട് അങ്ങനെ ദർസുകളിലൊന്നും അങ്ങനെ സഹായങ്ങളൊന്നും കിട്ടാനില്ല. കുട്ടി വേദന പോയി ഓന്തി ഉണ്ടാക്കണം, ഓന് വലിയ മരുന്ന് എങ്ങനെയെങ്കിലും കിതാബ് അങ്ങനെയെങ്കിലൊക്കെ. ഇന്നിപ്പോൾ അതിൻ്റെ ആവശ്യമില്ല. വളരെ പ്രാധാന്യമർഹിക്കുന്ന ഒരു വേദിയിലാണ് നമ്മളിവിടെ സംബന്ധിച്ചിട്ടുള്ളത്.